നമസ്കാരം, പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ കമ്പനി ബോർഡ് LGSന് വേണ്ടി ഒരു സൂപ്പർ എക്സ്പ്രസ് ക്ലാസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അപ്പൊ നമുക്ക് സമയം കളയേണ്ട ക്ലാസ്സിലേക്ക് പോകാം. ചേരിചേരാ പ്രസ്ഥാനം മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും ബദലായി രൂപം കൊണ്ട സംഘടനയാണ് ചേരിചേരാ പ്രസ്ഥാനം. പഠിച്ചോളനെ, മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്കും ബദലായിട്ട് രൂപം കൊണ്ട സംഘടനയാണ് ചേരിചേരാ പ്രസ്ഥാനം. ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിച്ച നേതാക്കള് സുഹൃത്തുക്കളെ പഠിച്ചോളനെ. പ്രീവിയസ് ആയി ഇപ്പോൾ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. ജവഹർലാൽ നെഹ്റു, ഗമാൽ അബ്ദുൽ നാസർ, അദ്ദേഹം ഈജിപ്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഗമാൽ അബ്ദുൽ നാസർ, മാർഷൽ ടീറ്റോ, യൂഗോസ്ലോവിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മാർഷൽ ടീറ്റോ, അതുപോലെ തന്നെ അഹമ്മദ് സുക്കർണോ എന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റും ഇങ്ങനെയുള്ള 4 വ്യക്തിത്വങ്ങൾ ചേർന്നാണ് ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിച്ചത്. പഠിച്ചോളനെ, ആദ്യകാലങ്ങളിൽ ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിച്ച നേതാവാരും ചോദിച്ചിട്ട് ജവഹർലാൽ നെഹ്റുവിനായിരുന്നു PSC ഉത്തരം കൊടുത്തിരുന്നത്. ഇപ്പൊ PSC ചോദിക്കുന്നത് താഴെ പറയുന്നവയിൽ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാത്ത നേതാവാരെന്ന് ചോദിച്ചിട്ട് ഇതിൽ 3 പേരുടെ പേരും ഇതല്ലാത്ത ഏതെങ്കിലും ഒരാളുടെ പേരൂടെ തന്നിരിക്കും. അപ്പൊ നമുക്ക് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഈ 4 വ്യക്തിത്വങ്ങളുടെ പേരും സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം ചേരിചേരാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട നേതാവാണ്, ഇന്ത്യയുടെ നേതാവാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ആരെന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു. എന്നാൽ ബാക്കിയുള്ള 3 പേരാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. രണ്ടാമത്തെ ആളാരാണ്? ഗമാൽ അബ്ദുൽ നാസർ, അദ്ദേഹം ഈജിപ്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. മാർഷൽ ടീറ്റോ എന്ന് പറയുന്ന യൂഗോസ്ലോവിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ്. അതുപോലെ അഹമ്മദ് സുക്കർണോ എന്ന് പറയുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. ഇവര് 3 പേരും ജവഹർലാൽ നെഹ്റുവും കൂടെ ചേർന്നിട്ടാണ് ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിച്ചത്. പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കാനുണ്ടായ കാരണം എന്തെന്നാണ് കേട്ടോ സുഹൃത്തുക്കളെ. ഇത്രയും നേരം നമ്മൾ ചേരിചേരാ പ്രസ്ഥാനം എന്തെന്ന് പഠിച്ചു, ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിച്ച നേതാക്കൾ ആരെന്ന് പഠിച്ചു. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിച്ചതെന്ന് നമ്മൾ അറിയണം. ഒന്നുമില്ല സുഹൃത്തുക്കളെ, പഠിക്കാം. 2ാം ലോക മഹായുദ്ധത്തിന്റെ അനന്തരഫലമായിട്ട് ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും അനേകം രാജ്യങ്ങൾ സ്വതന്ത്രമാക്കപ്പെട്ടു. 2ാം ലോക മഹായുദ്ധത്തിന്റെ അനന്തരഫലമായിട്ട് എവിടെയൊക്കെയാണ്? ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും അനേകം രാജ്യങ്ങൾ സ്വതന്ത്രമാക്കപ്പെട്ടു. ശീതസമരവും സാമ്രാജ്യത്തിന്റെ മറ്റൊരു രൂപമാണെന്ന് ലോക സമാധാനത്തിന് ഇത് ഭീഷണിയാകുമെന്ന് രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു. ശീതസമരം എന്ന് പറയുന്നത് സാമ്രാജ്യത്തിന്റെ മറ്റൊരു രൂപമാണെന്നും ലോക സമാധാനത്തിന് ഇത് ഭീഷണിയാകുമെന്നും മറ്റു രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോഴങ്ങോട്ട് സ്വതന്ത്രമാക്കപ്പെട്ട രാജ്യങ്ങൾ എന്ത് ചെയ്തു? തിരിച്ചറിഞ്ഞു. മുതലാളിത്ത ചേരിയുടെയോ സോഷ്യലിസ്റ്റ് ചേരിയുടെയോ ഭാഗമല്ലാതെ നിലകൊണ്ട രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ചേരിചേരാ പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. അപ്പൊ ഒന്നുകൂടി പറയാം, മുതലാളിത്ത ചേരിയുടെയോ സോഷ്യലിസ്റ്റ് ചേരിയുടെയോ ഭാഗമാകാതെ നിലകൊണ്ട രാജ്യങ്ങളുടെ കൂട്ടായ്മ അല്ലെങ്കിൽ കൂട്ടത്തെയാണ് നമ്മൾ ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോ ആ ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിച്ചതിന്റെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞ സുഹൃത്തുക്കൾ മനസ്സിലായല്ലോ. 2ാം ലോക മഹായുദ്ധത്തിലെ അനന്തരഫലമായി ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും അനേകം നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തു? സ്വതന്ത്രമാക്കപ്പെട്ടു. ശീതസമരം എന്ന് പറയുന്നത് സാമ്രാജ്യത്തിന്റെ മറ്റൊരു രൂപമാണെന്ന് തിരിച്ചറിഞ്ഞ ഇത്തരം നാട്ടുരാജ്യങ്ങള് ലോക സമാധാനത്തിന് ഭീഷണിയാണ് ശീതസമരം എന്നും മനസ്സിലാക്കിയതോടുകൂടി ഈ മുതലാളിത്ത ചേരിയുടെയോ അതുപോലെ സോഷ്യലിസ്റ്റ് ചേരിയുടെയോ ഭാഗമാകാതെ നിലകൊള്ളുകയും ഈ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് രൂപീകരിച്ചതാണ് ചേരിചേരാ പ്രസ്ഥാനം. വൻശക്തികളുടെ ആയുധ സമരവും സൈനിക സഖ്യങ്ങളും തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു. വൻശക്തികളുടെ ആയുധ സമരവും അതുപോലെ തന്നെ സൈനിക സഖ്യങ്ങളും തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് പുതിയ സ്വതന്ത്ര രാജ്യങ്ങളെ തിരിച്ചറിഞ്ഞു. യുദ്ധവും സംഘർഷവും ഇല്ലാത്ത ലോകത്തിന് മാത്രമേ സാമ്പത്തികമായും സാമൂഹ്യമായും മുന്നേറാൻ കഴിയൂവെന്ന തിരിച്ചറിവ്. യുദ്ധവും സംഘർഷവും ഇല്ലാത്ത ലോകത്തിന് മാത്രമേ സാമ്പത്തികമായും സാമൂഹ്യമായും മുന്നേറാൻ കഴിയൂവെന്ന തിരിച്ചറിവുമാണ് പ്രധാനമായിട്ടും ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിച്ചതിനുള്ള കാരണമെന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ചരിത്രമാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, ഈ ഭാഗത്ത് നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ചരിത്രം. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ സൂത്രധാരൻ എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവിനെയാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ സൂത്രധാരൻ എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവിനെയാണ്. 1955 ഏപ്രിൽ മാസത്തിൽ ഇന്തോനേഷ്യയിലെ ബന്ധുങ്ങിൽ ചേർന്ന ആഫ്രോ ഏഷ്യൻ സമ്മേളനത്തിൽ വെച്ചാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. പഠിച്ചോളണേ,
ഇമ്പോർട്ടന്റ് ആണ്. 1955 ഏപ്രിൽ മാസത്തിലെ ഇന്തോനേഷ്യയിലെ ബന്ധൂങ്ങിൽ ചേർന്ന ആഫ്രോ ഏഷ്യൻ സമ്മേളനത്തിൽ വെച്ചാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. 1961 ജൂൺ 5 മുതൽ 12 വരെ യൂഗോസ്ലാവിയയിലെ ബെൽഗ്രേഡിൽ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യ ഉച്ചകോടി അരങ്ങേറുകയും ചെയ്തു. അതുകൊണ്ടാണ് PSC രണ്ടു രീതിയിലുള്ള ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യം എന്തെന്ന് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. ഒന്നാമതായി PSC ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ചേരിചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകിയതിന് കാരണമായ സമ്മേളനം ഏതെന്നാണ് ചോദിക്കുന്നത്. അത് 1955 ഏപ്രിൽ മാസത്തിലെ ഇന്തോനേഷ്യയിലെ ബന്ധൂങ്ങിൽ ചേർന്ന ആഫ്രോ ഏഷ്യൻ സമ്മേളനമായിരുന്നു. ഇതാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. രണ്ടാമത് PSC ചോദിക്കുന്നത് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എന്ന് അല്ലെങ്കിൽ എവിടെ വെച്ചെന്നും PSC ചോദിക്കാറുണ്ട്. ഇത് രണ്ട് ചോദിച്ചാലും അതിനകത്ത് ബെൽഗ്രേഡും ബന്ധൂങ്ങും കാണും കേട്ടോ. അതുകൊണ്ട് അത് നോക്കി പഠിച്ചു പോയിട്ട് കാര്യമില്ല, വ്യക്തമായിട്ട് നമ്മൾ പഠിക്കണം. 1961 ജൂൺ 5 മുതൽ 12 വരെ യൂഗോസ്ലാവിയയിലെ ബെൽഗ്രേഡിലാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ ഉച്ചകോടി അരങ്ങേറിയത് പഠിക്കുക. യൂഗോസ്ലോവിയൻ പ്രസിഡന്റ് ആയിരുന്ന ജോസഫ് മാർഷൽ ടീറ്റോ ആയിരുന്നു സമ്മേളനത്തിന് മുൻകൈയെടുത്തത്. യൂഗോസ്ലോവിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജോസഫ് മാർഷൽ ടീറ്റോ ആയിരുന്നു എന്ത് ചെയ്തത്? ഈ സമ്മേളനത്തിന് മുൻകൈയെടുത്തത്. ആദ്യത്തെ ഉച്ചകോടിയിൽ 25 രാജ്യങ്ങൾ പങ്കെടുത്തു. ആദ്യത്തെ നമ്മുടെ നോൺ അലയൻസ് മൂവ്മെന്റ് അല്ലെങ്കിൽ നാമിന്റെ ഉച്ചകോടി അല്ലെങ്കിൽ നമ്മുടെ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഉച്ചകോടിയിൽ 25 രാജ്യങ്ങൾ എന്ത് ചെയ്തു? പങ്കെടുത്തു. ചേരിചേരായ്മ ലോക രാജ്യങ്ങളിൽ നിന്നും മാറി നിൽക്കലല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും സജീവമായി ഇടപെടാനാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇങ്ങനെ പ്രസ്താവിച്ചത് ആരെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. പഠിച്ചോളണേ, പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ചേരിചേരായ്മ ലോകകാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനല്ല, പകരം ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളും സജീവമായി ഇടപെടാനാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇങ്ങനെ പ്രസ്താവിച്ചതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. പഠിക്കുക. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ സമ്മേളനം നടന്ന വർഷം 1961. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ സമ്മേളനം നടന്ന വർഷം 1961. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ ചെയർമാൻ ജോസഫ് ടീറ്റോ ആയിരുന്നു. പഠിക്കുക. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ ചെയർമാൻ ആരാ സുഹൃത്തുക്കളെ? ജോസഫ് ടീറ്റോ ആയിരുന്നു. അദ്ദേഹം യൂഗോസ്ലോവിയൻ പ്രസിഡന്റ് ആയിരുന്നു. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രണ്ടാമത്തെ ചെയർമാൻ ഗമാൽ അബ്ദുൽ നാസർ ആയിരുന്നു. പഠിച്ചോളുക. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രണ്ടാമത്തെ ചെയർമാൻ ആരായിരുന്നു? ഗമാൽ അബ്ദുൽ നാസർ ആയിരുന്നു. ഇന്ത്യ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ വർഷം 1961. ഇന്ത്യ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ വർഷം 1961. പഠിക്കുക. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ചെയർമാനായ ആദ്യത്തെ ഇന്ത്യൻകാരൻ നീലം സഞ്ജീവ റെഡ്ഡിയാണ്. വർഷം 1983. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ചെയർമാനായ ആദ്യത്തെ ഇന്ത്യക്കാരനാരാണ്? നീലം സഞ്ജീവ റെഡ്ഡിയാണ്. വർഷം 1983. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ഉഗാണ്ടൻ പ്രസിഡന്റ് ആയിട്ടുള്ള യൊവേരി മുസുവേനിയാണ്. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ ഉഗാണ്ടൻ പ്രസിഡന്റ് ആയിട്ടുള്ള യൊവേരി മുസുവേനിയാണ്. ആരാണ്? യൊവേരി മുസുവേനിയാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ സമ്മേളനം ഇന്ത്യയിൽ വെച്ച് നടന്നത് 7ാമത്തെ ചേരിചേരാ സമ്മേളനം 1983 ഡൽഹിയിൽ വെച്ച്. ഇങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു പോവുക. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ സമ്മേളനം ആദ്യമായി ഇന്ത്യയിൽ വെച്ച് നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ഡൽഹിയിലാണ്. വർഷം 1983 അത് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ 7ാമത്തെ സമ്മേളനവുമായിരുന്നു. അപ്പോൾ ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിൽ വെച്ച് നടന്ന ആദ്യത്തെ സമ്മേളനം എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ അത് ഡൽഹിയിൽ വെച്ചായിരുന്നു. വർഷം 1983 7ാമത്തെ ചേരിചേരാ സമ്മേളനമായിരുന്നു 1983 ഇന്ത്യയിൽ വെച്ച് നടന്നത്. പഠിക്കുക. ഏറ്റവും അവസാനമായി നടന്ന ചേരിചേരാ സമ്മേളനം 19ാമത് ചേരിചേരാ സമ്മേളനമാണ്. അതായത് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നടന്ന ചേരിചേരാ സമ്മേളനം ഏതാ സുഹൃത്തുക്കളെ? 19ാമത് ചേരിചേരാ സമ്മേളനമായിരുന്നു. 2024 ജനുവരി 15 ഉഗാണ്ടയിലെ കംപാലയിൽ വെച്ചാണ് നടന്നത്. PSCയുടെ കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ് സുഹൃത്തുക്കൾ. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും അവസാനമായി നടന്ന ചേരിചേരാ സമ്മേളനം എത്രയാണ്? 19ാമത് ചേരിചേരാ സമ്മേളനമാണ്. 2024 ജനുവരി മാസം 15-ാം തീയതിയാണ് ഉഗാണ്ടയിലെ കംപാലയിൽ വെച്ചാണ് ഏറ്റവും അവസാനത്തെ എന്താണ് ചേരിചേരാ സമ്മേളനം നടന്നത്. സുഹൃത്തുക്കൾ പഠിക്കുക.
ഈ നമുക്ക് പഠിക്കാനുള്ളതാണ് ചേരിചേരാ പ്രസ്ഥാനവും അതിലെ അംഗരാജ്യങ്ങളെയും പറ്റി. ചേരിചേരാ പ്രസ്ഥാനവും അവരിലെ അംഗരാജ്യങ്ങളെയും പറ്റി. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായുള്ള രാജ്യങ്ങളുടെ എണ്ണം 121. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായുള്ള രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 121 ഇപ്പോഴത്തെ കറണ്ട് കണക്ക് വെച്ചിട്ടാണ് കേട്ടോ. ഏഷ്യയിൽ നിന്നുള്ള ചേരിചേരാ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾ രാജ്യങ്ങളുടെ എണ്ണം 36 അത് എടുത്തു പഠിച്ചോളണം. ഏഷ്യയിൽ നിന്നുള്ള ചേരിചേരാ പ്രസ്ഥാനത്തിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 36 ഇന്ത്യയുടെ എത്ര അയൽ രാജ്യങ്ങളാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായുള്ളതെന്ന് ചോദിച്ചാൽ 7 അയൽ രാജ്യങ്ങൾ. അതും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. ഇന്ത്യയുടെ എത്ര അയൽ രാജ്യങ്ങളാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഉള്ളതെന്ന് ചോദിച്ചാൽ 7 അയൽ രാജ്യങ്ങൾ. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാത്ത ആഫ്രിക്കൻ രാജ്യങ്ങൾ 2 പേരാണ്. അതാണ് സൗത്ത് സുഡാനും അതുപോലെ വെസ്റ്റേൺ സഹാറയും. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാത്ത ആഫ്രിക്കൻ രാജ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് സൗത്ത് സുഡാനും അതിനോടൊപ്പം തന്നെ വെസ്റ്റേൺ സഹാറയുമാണ്. സൗത്ത് സുഡാനും അതിനോടൊപ്പം ഏതാ സുഹൃത്തുക്കളെ? വെസ്റ്റേൺ സഹാറയുമാണ് പഠിക്കുക. യൂറോപ്പിന്റെ ഭാഗമായി വരുന്ന ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായുള്ള രാജ്യങ്ങൾ 2 രാജ്യങ്ങളേ ഉള്ളൂ. അതും പഠിച്ചോളണം. അത് അസർബൈജാനും അതുപോലെ ബെലാറസുമാണ്. പഠിച്ചോളണേ, കൺഫ്യൂഷൻ ഉണ്ടാവല്ലേ. യൂറോപ്പിൽ എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിന്റെ ഭാഗമായിട്ട് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങൾ എന്ന് ചോദിച്ചാൽ 2 രാജ്യങ്ങൾ മാത്രമേ ചേരിചേരാ പ്രസ്ഥാനത്തിലുള്ളൂ. യൂറോപ്പിൽ നിന്ന് ആരൊക്കെയാണ് ആ രാജ്യങ്ങൾ? അസർബൈജാനും അതുപോലെ തന്നെ ബെലാറസുമാണ്. അസർബൈജാനും അതുപോലെ തന്നെ ബെലാറസുമാണ്. UN അല്ലാത്ത ലോകത്തിൽ ഏറ്റവും വലിയ അന്തർരാജ്യ സംഘടന എന്ന് ചോദിച്ചാൽ അത് ചേരിചേരാ പ്രസ്ഥാനമാണ്. UN അല്ലാതെ ലോകത്തിലെ ഏറ്റവും വലിയ അന്തർരാജ്യ സംഘടന ഏതെന്ന് ചോദിച്ചാൽ അത് ചേരിചേരാ പ്രസ്ഥാനമാണ്. ചേരിചേരാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് 10 ഇന തത്വങ്ങൾ എന്ന് പറയുന്നത്. ചേരിചേരാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് 10 തത്വങ്ങൾ എന്ന് പറയുന്നത്. പഠിക്കുക. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ചേരിചേരാ പ്രസ്ഥാനവും അംഗരാജ്യങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായുള്ള രാജ്യങ്ങളുടെ എണ്ണം 121. ഏഷ്യയിൽ നിന്നുള്ള ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ അംഗരാജ്യങ്ങളുടെ എണ്ണം 36. ഇന്ത്യയുടെ എത്ര അയൽ രാജ്യങ്ങളാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായുള്ളതെന്ന് ചോദിച്ചാൽ 7 അയൽ രാജ്യങ്ങൾ. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാത്ത ആഫ്രിക്കൻ രാജ്യം സൗത്ത് സുഡാനും അതുപോലെ വെസ്റ്റേൺ സഹാറയും. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാത്ത ആഫ്രിക്കൻ രാജ്യങ്ങൾ 2 പേരാണ്. അത് സൗത്ത് സുഡാനും അതുപോലെ വെസ്റ്റേൺ സഹാറയുമാണ്. യൂറോപ്പിന്റെ ഭാഗമായി ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായുള്ള രാജ്യങ്ങൾ ചോദിച്ചാൽ അതും 2 പേരാണ്. അത് അസർബൈജാനും അതുപോലെ തന്നെ ബെലാറസുമാണ്. പഠിക്കുക. UN അല്ലാതെ ലോകത്തിലെ ഏറ്റവും വലിയ അന്തർരാജ്യ സംഘടന ഏത് എന്ന് ചോദിച്ചാൽ അത് ചേരിചേരാ പ്രസ്ഥാനമാണ്. അതുപോലെ ചേരിചേരാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് 10 ഇന തത്വങ്ങൾ എന്ന് പറയുന്നത്. പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള സെബി എന്ന് പറയുന്നത്. സെബിയെ പറ്റി ഇപ്പൊ അങ്ങോട്ട് PSC ചോദിച്ചതേ ഉള്ളേ, പ്രീവിയസ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. സെബിയെ പറ്റി പഠിക്കാതെ പോകരുത്. നമുക്ക് നോക്കാം സെബി അഥവാ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സെബിയെ പറ്റി പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം സെബി. സെബിയുടെ പൂർണ്ണരൂപം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ്. സെബിയുടെ പൂർണ്ണരൂപം എന്താ സുഹൃത്തുക്കളെ? സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ്. ഇന്ത്യയിൽ ഓഹരി വിപണികളുടെ പ്രവർത്തനം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനം സെബിയാണ്. പഠിക്കുക. ഇന്ത്യയിലെ ഓഹരി വിപണികളുടെ പ്രവർത്തനം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥാപനം എന്ന് ചോദിച്ചാൽ സെബിയാണ്. സെബി സ്ഥാപിതമായ വർഷം 1988. ഇമ്പോർട്ടന്റ് പോയിന്റ്. സെബി സ്ഥാപിതമായ വർഷം 1988 ആണ്. സെബിയുടെ ആസ്ഥാനം മുംബൈയാണ്. സെബിയുടെ ആസ്ഥാനം എവിടെയാ സുഹൃത്തുക്കളെ? മുംബൈയിലാണ്. സെബിയുടെ രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റി GS പട്ടേൽ കമ്മിറ്റി. ഇമ്പോർട്ടന്റ് പോയിന്റ്. പഠിക്കുക. സെബിയുടെ രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റി എന്താ സുഹൃത്തുക്കളെ? GS പട്ടേൽ കമ്മിറ്റിയാണ്. തുടക്കത്തിൽ സെബി ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നു. സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി ബോഡി പദവി ലഭിച്ച വർഷം 1992 ഏപ്രിൽ 12. പഠിച്ചോളനെ. തുടക്കത്തിൽ സെബി ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നുവെങ്കിലും സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി ബോഡി പദവി ലഭിച്ച വർഷം 1992 ഏപ്രിൽ മാസം 12 ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. സെബിയുടെ പൂർണ്ണരൂപം ചോദിച്ചാൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ്. സെബി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഓഹരി വിപണികളുടെ പ്രവർത്തനം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. സെബി സ്ഥാപിതമായ വർഷം 1988 ആണ്. സെബിയുടെ ആസ്ഥാനം മുംബൈയാണ്. സെബിയുടെ രൂപീകരണത്തിന് കാരണമായ കമ്മിറ്റി ഏതാണ്? GS പട്ടേൽ കമ്മിറ്റിയാണ്. പഠിച്ചോളുക. GS പട്ടേൽ കമ്മിറ്റി. തുടക്കത്തിൽ സെബി ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നുവെങ്കിലും സെബിക്ക് സ്റ്റാറ്റ്യൂട്ടറി ബോഡി പദവി ലഭിച്ചത് 1992 ഏപ്രിൽ മാസം 12 തീയതിയാണ്. പഠിക്കുക. സെബിയുടെ ആദ്യത്തെ ചെയർമാൻ SA ഡേവ് ആണ്. പഠിക്കുക. സെബിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാ സുഹൃത്തുക്കളെ? SA ഡേവ് ആണ്. സെബിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ മിസ് മാധബി പുരി ബുച്ച് ആണ്. പഠിക്കുക.
സെബിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? മിസ് മാധബി പുരി ബുച്ച് ആണ്. പഠിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. മിസ് മാധബി പുരി ബുച്ച് ആണ് സെബിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. സെബിയുടെ 10ാമത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് മാധബി പുരി ബുച്ച് ആണ്. പഠിക്കുക, സെബിയുടെ 10ാമത്തെ ചെയർമാൻ ആരാണ്? മാധബി പുരി ബുച്ച് ആണ്. സെബിയുടെ ചെയർമാൻ ആകുന്ന ആദ്യത്തെ വനിതയാണ് മാധബി പുരി ബുച്ച്. അതുകൊണ്ട് PSC ചോദിക്കാൻ സാധ്യതയുണ്ട്. പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. സെബിയുടെ ചെയർമാൻ ആകുന്ന ആദ്യത്തെ വനിത ആരെന്ന് ചോദിച്ചാൽ അത് മാധബി പുരി ബുച്ച് ആണ്. ഇന്ത്യയിൽ റെഗുലേറ്റർ ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്നറിയപ്പെടുന്നത് സെബിയാണ്. ഇത് PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിലെ റെഗുലേറ്റർ ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് സെബിയാണ്. സെബിയുടെ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. സെബിയുടെ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. സെബിയുടെ ആദ്യത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ SA ഡേവ് ആണ്. സെബിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ മിസ് മാധബി പുരി ബുച്ച് ആണ്. സെബിയുടെ 10ാമത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ മിസ് മാധബി പുരി ബുച്ച് ആണ്. സെബിയുടെ ചെയർമാൻ ആകുന്ന ആദ്യത്തെ വനിത മാധബി പുരി ബുച്ച് ആണ്. ഇന്ത്യയിൽ റെഗുലേറ്റർ ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്നറിയപ്പെടുന്നത് സെബിയാണ്. സെബിയുടെ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. പഠിക്കുക, സെബിയുടെ ബോർഡ് മെമ്പർമാരിൽ 2 അംഗങ്ങൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിലെ അംഗങ്ങളായിരിക്കണം. സെബിയുടെ ബോർഡ് മെമ്പർമാരിലെ 2 അംഗങ്ങൾ ആരായിരിക്കണം? കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിലെ അംഗങ്ങളായിരിക്കണം. ഒരാള് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നുണ്ടായിരിക്കണം. ഒരു വ്യക്തി എവിടെ നിന്നുണ്ടായിരിക്കണം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നുണ്ടായിരിക്കണം. ബാക്കിയുള്ള 5 അംഗങ്ങളെ കേന്ദ്ര സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്നു. 5 അംഗങ്ങളിൽ 3 പേർ മുഴുവൻ സമയ അംഗങ്ങളും ആയിരിക്കും. ഒന്നുകൂടി പറയാം കേട്ടോ. സെബിയിലെ മെമ്പർമാരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സെബിയുടെ ബോർഡ് മെമ്പർമാരിൽ 2 അംഗങ്ങൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിലെ അംഗങ്ങളായിരിക്കണം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള 1 അംഗം ഉണ്ടായിരിക്കണം. ബാക്കിയുള്ള 5 അംഗങ്ങളെ കേന്ദ്ര സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്നു. 5 അംഗങ്ങളിൽ 3 പേർ മുഴുവൻ സമയം അംഗങ്ങളായിരിക്കണം. ഇതുകൂടെ സുഹൃത്തുക്കളൊന്ന് പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ള സെബിയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ഇതൊക്കെയാണ് PSC ചോദിക്കുന്നത്. ഇപ്പോൾ സെബിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ: പ്രാഥമികമായും ദ്വിതീയമായും സെക്യൂരിറ്റീസ് മാർക്കറ്റുകളെ സംബന്ധിച്ച നിയമങ്ങളും നിയന്ത്രണങ്ങളും മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകുക. പ്രാഥമികമായും ദ്വിതീയമായും സെക്യൂരിറ്റീസ് മാർക്കറ്റുകളെ സംബന്ധിച്ച നിയമങ്ങള്, നിയന്ത്രണങ്ങള്, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകുക. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിൽ പ്രവർത്തിക്കുന്ന ഇടനിലക്കാരും ചില ധനകാര്യ സ്ഥാപനങ്ങളും സെബിയുടെ നിർദ്ദേശങ്ങൾ മാനദണ്ഡങ്ങൾക്കും വിധേയമായിരിക്കും. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിൽ പ്രവർത്തിക്കുന്ന ഇടനിലക്കാരും ചില ധനകാര്യ സ്ഥാപനങ്ങളും സെബിയുടെ നിർദ്ദേശങ്ങൾക്കും അതുപോലെ തന്നെ സെബിയുടെ മാനദണ്ഡങ്ങൾക്കും വിധേയമായിരിക്കും, അല്ലെങ്കിൽ നിയന്ത്രണത്തിലായിരിക്കും. സെക്യൂരിറ്റീസ് മാർക്കറ്റിന്റെ വികസനവും നിയന്ത്രണവും പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം സെക്യൂരിറ്റികളിലെ നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്നത് സെബിയാണ്. സെക്യൂരിറ്റീസ് മാർക്കറ്റിലെ വികസനവും നിയന്ത്രണവും പ്രോത്സാഹിക്കുന്നതിനോടൊപ്പം തന്നെ സെക്യൂരിറ്റികളിലെ നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുന്നതും ആരാണ്? സെബിയാണ്. നിക്ഷേപകരുടെ നിക്ഷേപത്തിന് സംരക്ഷണം ഉറപ്പുവരുത്തുന്നത് സെബിയാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നിക്ഷേപകരുടെ നിക്ഷേപണത്തിന് സംരക്ഷണം ഉറപ്പുവരുത്തുന്നത് ആരാണ്? സെബിയാണ്. ഇഷ്യൂകളുടെ വില നിയന്ത്രണം, ബോണസ്, മറ്റു സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നു സെബി. ഇഷ്യൂകളുടെ വില നിയന്ത്രണം, ബോണസ്, മറ്റു സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യതയും ആര് ഉറപ്പുവരുത്തുന്നു? സെബി ഉറപ്പുവരുത്തുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പ്രാഥമികവും ദ്വിതീയവുമായ സെക്യൂരിറ്റീസ് മാർക്കറ്റുകളെ സംബന്ധിച്ച നിയമങ്ങൾ, നിയന്ത്രണങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകുന്നത് സെബിയാണ്. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിൽ പ്രവർത്തിക്കുന്ന ഇടനിലക്കാരും ചില ധനകാര്യ സ്ഥാപനങ്ങളും സെബിയുടെ നിർദ്ദേശങ്ങൾ മാനദണ്ഡങ്ങൾക്കും വിധേയമാണ്. സെക്യൂരിറ്റീസ് മാർക്കറ്റിന്റെ വികസനവും നിയന്ത്രണവും പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ സെക്യൂരിറ്റികളിലെ നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് സെബിയാണ്. നിക്ഷേപകരുടെ നിക്ഷേപണത്തിന് സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നത് സെബിയുടെ ലക്ഷ്യമാണ്. ഇഷ്യൂകളുടെ വില നിയന്ത്രണം, ബോണസ്, മറ്റു സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതും ആരാണ്? നമ്മുടെ സെബിയാണ്. പഠിക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് ഭരണഘടന കടമെടുത്ത ആശയങ്ങളാണ് കേട്ടോ. ഭരണഘടന കുറെ ആശയങ്ങള് പല രാജ്യങ്ങളിൽ നിന്നും കടമെടുത്തിട്ടുണ്ട്. അതിൽ 2 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ PSC എപ്പോഴും ചോദിക്കും. ഒരാൾ ബ്രിട്ടനും മറ്റൊരാള് USA-യുമാണ്. അപ്പോ ബ്രിട്ടനിൽ നിന്നും USA-യിൽ നിന്നും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ബ്രിട്ടനിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ: രാഷ്ട്രത്തലവന് നാമം മാത്രമായ അധികാരം. രാഷ്ട്രത്തലവന് നാമം മാത്രമായ അധികാരം. പാർലമെന്റിന്റെ അധോസഭയിൽ അംഗമായ വ്യക്തിക്ക് മാത്രമേ പ്രധാനമന്ത്രിയാകുവാൻ കഴിയുള്ളൂ. ഇന്ത്യൻ കമ്മിറ്റി സമ്പ്രദായം. ഇന്ത്യൻ കമ്മിറ്റി സമ്പ്രദായം. കൂട്ടുത്തരവാദിത്വത്തിന്റെ തത്വങ്ങൾ. കൂട്ടുത്തരവാദിത്വത്തിന്റെ തത്വങ്ങൾ.
ക്യാബിനറ്റ് യോഗത്തിന് പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കണം. ക്യാബിനറ്റ് യോഗത്തിന് പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കണം. ദ്വിമണ്ഡല പാർലമെന്റ് എന്ന ആശയം, ദ്വിമണ്ഡല പാർലമെന്റ് എന്ന ആശയം, പാർലമെന്ററി ജനാധിപത്യം, ഇത്രയും ബ്രിട്ടനിൽ നിന്നും കടമെടുത്ത ആശയങ്ങളാണ്. ഒന്നുകൂടെ പറയാം. രാഷ്ട്രത്തലവന് നാമം മാത്രമായ അധികാരം, പാർലമെന്റിന്റെ അധോസഭ അതായത് ലോക്സഭ അംഗമായ വ്യക്തിക്ക് മാത്രമേ പ്രധാനമന്ത്രിയാകുവാൻ കഴിയുള്ളൂ, ഇന്ത്യൻ കമ്മിറ്റി സമ്പ്രദായം, കൂട്ടുത്തരവാദിത്വത്തിന്റെ തത്വങ്ങള്, ക്യാബിനറ്റ് യോഗത്തിന് പ്രധാനമന്ത്രി അധ്യക്ഷത വഹിക്കണം, ദ്വിമണ്ഡല പാർലമെന്റ് എന്ന ആശയം, പാർലമെന്ററി ജനാധിപത്യം. ഇത്രയും എടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ്. ബ്രിട്ടനിൽ നിന്നും കടമെടുത്ത മറ്റ് ആശയങ്ങളാണ് ക്യാബിനറ്റ് സമ്പ്രദായം. എന്താണ് ക്യാബിനറ്റ് സമ്പ്രദായം? റിട്ട് വ്യവഹാരത്തിന്റെ ആശയങ്ങൾ, ഏക പൗരത്വം, കൂടുതൽ അധികാരങ്ങൾ പാർലമെന്റിന്റെ അധോസഭയ്ക്ക് ആയ ലോകസഭയ്ക്ക് നൽകിയിരിക്കുന്നു. കൂടുതൽ അധികാരങ്ങൾ പാർലമെന്റിന്റെ അധോസഭയായ ലോകസഭയ്ക്ക് നൽകിയിരിക്കുന്നു. നിയമനിർമ്മാണത്തിന്റെ നടപടിക്രമങ്ങൾ, നിയമവാഴ്ച എന്നിവയും എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ബ്രിട്ടനിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തിരിക്കുന്ന മറ്റെന്തൊക്കെയാണ്? ക്യാബിനറ്റ് സമ്പ്രദായം, റിട്ട് വ്യവഹാരത്തിന്റെ ആശയങ്ങള്, ഏക പൗരത്വം, കൂടുതൽ അധികാരങ്ങൾ പാർലമെന്റിന്റെ അധോസഭയായ ലോകസഭയ്ക്ക് നൽകിയിരിക്കുന്നു, നിയമനിർമ്മാണത്തിന്റെ നടപടിക്രമങ്ങൾ, നിയമവാഴ്ച എന്നിവയാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, നിയമസഭാ സ്പീക്കർ, ഇന്ത്യയിൽ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും പബ്ലിക് സർവീസ് കമ്മീഷനുകളെ സ്ഥാപിച്ചിരിക്കുന്നു, സിവിൽ സർവീസിന്റെ ഘടന, ഇലക്ഷൻ കമ്മീഷൻ. ഇത്രയും എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ബ്രിട്ടനിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്. ഇതിൽ ഡോക്ട്രിൻ ഓഫ് പ്ലഷർ എന്ന് പറയുന്ന ഒന്നുമില്ല സുഹൃത്തുക്കളെ. ആദ്യ കാലത്തൊക്കെ ഈ ഡോക്ട്രിൻ ഓഫ് പ്ലഷർ എന്ന് പറഞ്ഞ നിയമം കൊണ്ടുവന്നത് ബ്രിട്ടനിലാണ്. അവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാല് അവിടെയുള്ള രാജാക്കന്മാർക്ക് നേരിട്ട് സിവിൽ സർവീസിൽ ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിടാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ഇങ്ങനെ അവർക്ക് താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യും? സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ അപ്പോൾ തന്നെ അങ്ങ് പിരിച്ചുവിടും. അപ്പോ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ ഈ പറഞ്ഞിരിക്കുന്ന രാജാവിന്റെ കൂടെ തന്നെ നടക്കുന്നവരായി. കാരണം എന്താ? അവർക്ക് ജോലി വേണം. അതുകൊണ്ട് രാജാവ് എന്ത് പറഞ്ഞാലും അതുപോലെ കേൾക്കും. അപ്പോൾ അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. ആ നിയമത്തെയാണ് ഡോക്ട്രിൻ ഓഫ് പ്ലഷർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോ ബ്രിട്ടനിൽ നിന്നും കടമെടുത്ത മറ്റു പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാ? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, നിയമസഭാ സ്പീക്കർ, ഇന്ത്യയിൽ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും പബ്ലിക് സർവീസ് കമ്മീഷനുകളെ സ്ഥാപിച്ചിരിക്കുന്നത്, സിവിൽ സർവീസിന്റെ ഘടന, ഇലക്ഷൻ കമ്മീഷൻ, ഡോക്ട്രിൻ ഓഫ് പ്ലഷർ. ഇനി നമുക്ക് നോക്കുവാനുള്ളത് അമേരിക്കയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അമേരിക്കയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ. ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്നതിനുള്ള അധികാരം സുപ്രീം കോടതിക്ക് നൽകിയിരിക്കുന്നു. ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്നതിനുള്ള അധികാരം സുപ്രീം കോടതിക്ക് നൽകിയിരിക്കുന്നു. രാഷ്ട്രത്തലവന് പ്രസിഡന്റ് എന്ന പേര് നൽകിയിരിക്കുന്നു. രാഷ്ട്രത്തലവന് പ്രസിഡന്റ് എന്ന പേര് നൽകിയിരിക്കുന്നു. ലിഖിത ഭരണഘടന എന്ന ആശയം കൊണ്ടുവന്നത് അമേരിക്കയിൽ നിന്നുമാണ്. ലിഖിത ഭരണഘടന എന്ന ആശയം ഇന്ത്യ എടുത്തത് അമേരിക്കയിൽ നിന്നുമാണ്. എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ ഉറപ്പുവരുത്തുക. എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ ഉറപ്പുവരുത്തുക. സായുധ സേനകളുടെ പരമോന്നത മേധാവിയായി പ്രസിഡന്റിനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. സായുധ സേനകളുടെ പരമോന്നത മേധാവിയായിട്ട് പ്രസിഡന്റിനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിന് സംബന്ധിച്ച നടപടിക്രമം, സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച നടപടിക്രമം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. ഇത്രയും എവിടെന്ന അമേരിക്കയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങളാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. അമേരിക്കയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏതൊക്കെയാ? ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്നതിനുള്ള അധികാരം സുപ്രീം കോടതിക്ക് നൽകിയിരിക്കുന്നു. രാഷ്ട്രത്തലവന് പ്രസിഡന്റ് എന്ന പേര് നൽകിയിരിക്കുന്നു. ലിഖിത ഭരണഘടന എന്ന ആശയം, എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ, സായുധ സേനകളുടെ പരമോന്നത മേധാവിയായി പ്രസിഡന്റിനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച നടപടിക്രമം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. പ്രധാനമായും അമേരിക്കയിൽ നിന്നും കടമെടുത്ത മറ്റു ആശയങ്ങളാണ് ജുഡീഷ്യൽ റിവ്യൂ. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ? ഇന്ത്യൻ ഭരണഘടകങ്ങൾക്ക് സ്റ്റേറ്റ് എന്ന നാമകരണം ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടകങ്ങൾക്ക് സ്റ്റേറ്റ് എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു. നിയമത്താൽ സ്ഥാപിതമായ നടപടിക്രമം. പാർലമെന്റിന്റെ ഉപരിമണ്ഡലമായ രാജ്യസഭ സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. പാർലമെന്റിന്റെ ഉപരിസഭയായിട്ടുള്ള രാജ്യസഭ സംസ്ഥാനങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്.
പാർലമെന്റിന്റെ ഉപരിസഭയിൽ വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കുന്ന രീതി. പാർലമെന്റിന്റെ ഉപരിസഭയിലെ വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കുന്ന രീതി. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് ഇത്രയും കാര്യങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും നമ്മൾ കടമെടുത്തിട്ടുള്ളതാണ്, ഓർക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്സ് മേഖലയിൽ നിന്നുമാണ് ജഡത്വം. ഇവിടെ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുവാനുള്ളത് ജഡത്വത്തെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു വസ്തുവിനെ അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുവാനുള്ള കഴിവില്ലായ്മ അറിയപ്പെടുന്ന പേരാണ് ജഡത്വം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു വസ്തുവിന് അതിന്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയ്ക്കോ യാതൊരുവിധ മാറ്റവും വരുത്തുവാനുള്ള കഴിവില്ല. ആർക്ക്? ആ വസ്തുവിന് കഴിവില്ല. അതിനറിയപ്പെടുന്ന പേരാണ് ജഡത്വം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു കല്ലങ്ങ് ഉരുട്ടി വിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കല്ലെന്ത് ചെയ്യും? ഉരുണ്ടു പോകും. അത് വിചാരിക്കുവാണ് ഇവിടെ നിൽക്കണമെന്ന് വെച്ചാൽ പറ്റുമോ? നമ്മൾ വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഞാൻ ദാ ഇവിടെ നിൽക്കാൻ പോകുന്നു, നമുക്ക് നിൽക്കാൻ പറ്റുമോ? ഇല്ല, നമ്മൾ കുറച്ച് ദൂരം കൂടെ ഓടിയിട്ടായിരിക്കും നിൽക്കുന്നത്. നമ്മളൊരു വാഹനം ഓടിക്കുന്നത് കരുതുക, പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നു. ആ ബ്രേക്ക് ചെയ്യുന്ന അതേ സ്പോട്ടിലാണോ വാഹനം നിൽക്കുന്നത്? അല്ല, അത് കുറച്ച് ദൂരം നിരങ്ങി മാറിയിട്ടായിരിക്കും നിൽക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ജഡത്വം എന്ന പേരിൽ പറയുന്നത് കേട്ടോ. അപ്പോ ഒരു വസ്തുവിനെ അതിന്റെ നിശ്ചലാവസ്ഥയിലോ ചലനാവസ്ഥയിലോ മാറ്റം വരുത്തുവാനുള്ള കഴിവില്ലായ്മ അറിയപ്പെടുന്ന പേരെന്താ? ജഡത്വം എന്ന്. അതിൽ തന്നെ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് നിശ്ചല ജഡത്വം. എന്താണ് നിശ്ചല ജഡത്വം? നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ അതേ അവസ്ഥയിൽ തുടരുവാനുള്ള പ്രവണത അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാനുള്ള കഴിവില്ലായ്മ അറിയപ്പെടുന്ന പേരാണ് നിശ്ചല ജഡത്വം എന്ന്. എന്താ നിശ്ചല ജഡത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിന് അതേ അവസ്ഥയിൽ തുടരുവാനുള്ള ഒരു പ്രവണത അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാനുള്ള കഴിവില്ലായ്മ അറിയപ്പെടുന്ന പേരാണ് നിശ്ചല ജഡത്വം. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ബസ്സിൽ യാത്ര ചെയ്യുവാണെന്ന് കരുതുക. ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ മുന്നിലോട്ട് എന്ത് ചെയ്യും? ആയും അല്ലേ, മുന്നോട്ട് നമ്മൾ വീഴാനായിട്ട് പോകും. അതിന് കാരണം എന്താ? ഈ നിശ്ചല ജഡത്വമാണ്. അതായത് വാഹനം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. അതായത് ബസ് മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളെന്ന് പറയുന്ന വസ്തു എന്ത് ചെയ്യുന്നില്ല? ആ ബസ്സിനോടൊപ്പം സഞ്ചരിക്കുന്നുണ്ടോ? അതായത് ആ ബസ് നീങ്ങുന്ന അതേ വേഗതയിൽ നമ്മൾ നീങ്ങുന്നുണ്ടോ? പക്ഷെ ബസ്സിനുള്ളിൽ നമ്മൾ ആ വേഗതയിൽ മുന്നോട്ട് നീങ്ങുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്? പെട്ടെന്ന് ബസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്? ആ നിശ്ചലാവസ്ഥയിൽ നിന്നും ചലനാവസ്ഥ കൈവരിക്കാനായിട്ട് ഒരു കഴിവില്ലായ്മ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് തെറിച്ചു പോകുന്നത്. അതിനെയാണ് നിശ്ചല ജഡത്വം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി PSC ചോദിക്കുന്ന ഈ ഭാഗത്ത് നിന്നും നിശ്ചല ജഡത്വത്തിനുള്ള ഉദാഹരണങ്ങളാണ് കേട്ടോ. എന്താണ് നിശ്ചല ജഡത്വത്തിനുള്ള ഉദാഹരണം? നിർത്തിയിട്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ യാത്രക്കാർ പിന്നോട്ട് മറിഞ്ഞു വീഴാൻ കാരണം നിശ്ചല ജഡത്വം. നിർത്തിയിട്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ യാത്രക്കാർ പിന്നോട്ട് മറിഞ്ഞു വീഴാൻ കാരണം ചോദിച്ചാൽ എന്താ? നിശ്ചല ജഡത്വം. അട്ടിയട്ടിയായി അടുക്കിയിരിക്കുന്ന ക്യാരംസ് കോയിനുകളുടെ അടിയിലെ കോയിൻ തെറിപ്പിക്കാൻ കഴിയുന്നതിന് കാരണമായ പ്രതിഭാസം നിശ്ചല ജഡത്വമാണ്. അതായത് അടുക്കി വെച്ചിരിക്കുന്ന ക്യാരംസ് കോയിന്റെ ഏറ്റവും അടിഭാഗത്തായിരിക്കും നമ്മൾ സ്ട്രൈക്കർ കൊണ്ട് സ്ട്രൈക്ക് ചെയ്യുന്നത്. ആ സമയത്ത് എന്താ? അടിയിലുള്ള കോയിൻ വളരെ വേഗം എന്ത് ചെയ്യും? തെറിച്ചു പോകും. എന്നാൽ ആ മുകളിലിരിക്കുന്ന കോയിൻസിന് അറിയാമോ ഇവൻ തെറിച്ചു പോയത്? ഇല്ല. കാരണം എന്താ? അവന് ഈ കോയിൻ പോയതിന്റെ കൂടെ പോവാനുള്ള കഴിവില്ല. അതിനെയാണ് നമ്മൾ നിശ്ചല ജഡത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ അട്ടിക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ അടിയിലുള്ള കോയിൻ മാത്രം തെറിച്ചു പോകും. മാവിൻ കൊമ്പ് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നതിന് കാരണം നിശ്ചല ജഡത്വം. മാവിൻ കൊമ്പ് കുലുക്കുമ്പോൾ മാങ്ങ ഞെട്ടറ്റ് വീഴുന്നതിന് കാരണം എന്താ? നിശ്ചല ജഡത്വമാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ചലന ജഡത്വത്തിനുള്ള ഉദാഹരണങ്ങൾ. എന്താണ് ചലന ജഡത്വത്തിനുള്ള ഉദാഹരണങ്ങൾ? ഓടി വരുന്ന അത്ലറ്റ് ഫിനിഷിംഗ് ലൈൻ അടുത്ത് എത്തിയാൽ ഉടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയില്ല. ഇതിന് കാരണം ചോദിച്ചാൽ ചലന ജഡത്വമാണ്. എന്താണ് ചലന ജഡത്വം എന്ന് ചോദിച്ചാൽ ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് ആ വസ്തുവിനെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കി അല്ലെങ്കിൽ നിർത്താൻ നോക്കിക്കഴിഞ്ഞാൽ ആ വസ്തു എന്ത് ചെയ്യില്ല? അവിടെ നിശ്ചലാവസ്ഥയിൽ നിൽക്കില്ല. കാരണം എന്താ ചോദിച്ചാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന് അതേ ചലനപാതയെ തന്നെ മുന്നോട്ട് പോകാൻ ഒരു ടെൻഡൻസി ഉണ്ടാകും, ഇല്ലെങ്കിൽ ഒരു കഴിവില്ലായ്മ ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചലന ജഡത്വം എന്ന്. അപ്പോൾ ഒരു അത്ലറ്റ് ഓടി വരികയാണെന്ന് കരുതുക. അയാൾ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ വെടി കൊണ്ടുപോയാൽ അവിടെ അങ്ങ് നിൽക്കോ? ഇല്ല. എന്താ സംഭവിക്കുന്നത്? അയാൾ ഫിനിഷിംഗ് പോയിന്റ് എത്തിയിട്ട് പിന്നെയും കുറച്ച് ദൂരം മുന്നോട്ട് ഓടും അല്ലേ? വേഗത കുറഞ്ഞ് മുന്നോട്ട് അയാൾ ഓടിക്കൊണ്ടിരിക്കും. ഇതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് ചലന ജഡത്വമാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ യാത്രക്കാർ മുന്നോട്ട് വീഴുന്നതിന് പ്രവണത കാണിക്കുന്നതിന് കാരണം ചലന ജഡത്വമാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ യാത്രക്കാർ മുന്നോട്ട് വീഴുവാനുള്ള പ്രവണത കാണിക്കുന്നതിന് കാരണം ചലന ജഡത്വമാണ്. സ്വിച്ച് ഓഫ് ചെയ്തതിനു ശേഷവും ഫാൻ തളങ്ങൾ അല്പനേരം കൂടി കറങ്ങാൻ കാരണം ചലന ജഡത്വമാണ്. സ്വിച്ച് ഓഫ് ചെയ്തതിനു ശേഷവും ഫാൻ തളങ്ങൾ അല്പനേരം കൂടി കറങ്ങാൻ കാരണം ചലന ജഡത്വമാണ്. ഇനി നമുക്ക് നോക്കുവാനുള്ളത് ഒരു നവോത്ഥാന നായകനെ പറ്റിയിട്ടാണ്, അയ്യത്താൻ ഗോപാലൻ. ആരെ പറ്റിയ? അയ്യത്താൻ ഗോപാലൻ. കാരണം ഇപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ അയ്യത്താൻ ഗോപാലനെ കുറിച്ച് ചോദിച്ചു കണ്ടിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം അയ്യത്താൻ ഗോപാലൻ.
അയ്യത്താൻ ഗോപാലൻ ജനിച്ച സ്ഥലം തലശ്ശേരി. എവിടെയാണ്? കണ്ണൂർ ജില്ല. ഓർത്തോളണേ, അയ്യത്താൻ ഗോപാലൻ ജനിച്ച സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ തലശ്ശേരി, കണ്ണൂർ ജില്ല. കേരളത്തിലെ രാജാറാം മോഹൻ റോയ് എന്ന് അയ്യത്താൻ ഗോപാലനെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. കേരളത്തിലെ രാജാറാം മോഹൻ റോയ് എന്ന് അയ്യത്താൻ ഗോപാലനെ വിശേഷിപ്പിച്ചത് ആരാ? രവീന്ദ്രനാഥ ടാഗോർ ആണ്. സുഗുണവർദ്ധിനി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ അയ്യത്താൻ ഗോപാലൻ. പ്രീവിയസ് ആയിട്ട് ഇപ്പൊ ചോദിച്ചതേ ഉള്ളൂ. സുഗുണവർദ്ധിനി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാ? അയ്യത്താൻ ഗോപാലനാണ്. സാരഞ്ചിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ് അയ്യത്താൻ ഗോപാലാണ്. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ. ബ്രഹ്മസമാജത്തിന് കേരളത്തിൽ പ്രചാരം നൽകിയ ഏക വ്യക്തി എന്നറിയപ്പെടുന്നത് അയ്യത്താൻ ഗോപാലനാണ്. ഇമ്പോർട്ടന്റ് ആണ്. ബ്രഹ്മസമാജത്തിന് കേരളത്തിൽ പ്രചാരം നൽകിയ ഏക വ്യക്തി അല്ലെങ്കിൽ ഏക നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് അയ്യത്താൻ ഗോപാലനാണ്. ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തത് അയ്യത്താൻ ഗോപാലനാണ്. ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തത് അയ്യത്താൻ ഗോപാലനാണ്. അയ്യത്താൻ ഗോപാലിന് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ ഓണററി പുരസ്കാരം റാവോ സാഹേബ് എന്നാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. അയ്യത്താൻ ഗോപാലന് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ ഓണററി പുരസ്കാരം ഏതാണ്? റാവോ സാഹിബ് എന്നാണ്. കാരാട്ട് ഗോവിന്ദമേനോന് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേര് നൽകിയത് അയ്യത്താൻ ഗോപാലൻ. കാരാട്ട് ഗോവിന്ദമേനോന് ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേര് നൽകിയതാരാ? അയ്യത്താൻ ഗോപാലനാണ്. അയ്യത്താൻ ഗോപാലൻ ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ചത് കോഴിക്കോട് ജില്ലയിലാണ്. അയ്യത്താൻ ഗോപാലൻ ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ചത് എവിടെയാ? കോഴിക്കോട് ജില്ലയിലാണ്. ഇതുകൂടെ ഒന്ന് ഓർക്കുക. ചേരാത്ത ജോഡി ഏതാണ്? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ജോഡിയും ശരി തന്നെയാണ് കേട്ടോ. ഇതും PSC ക്യാൻസൽ ചെയ്തിരുന്നു. കൂട്ടത്തിൽ ചേരാത്ത ജോഡി എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഓപ്ഷൻ ഡി ആണ് ആൻസർ കൊടുക്കുന്നത്. രണ്ടാം ഊഴം MDയുടെ തന്നെ പുസ്തകമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും ശരി തന്നെയാണ്. SK പൊറ്റക്കാടിന്റെ പുസ്തകമാണ് നാടൻ പ്രേമം. കേശവദേവിന്റെ പുസ്തകമാണ് ഓടയിൽ നിന്നും. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പുസ്തകമാണ് പ്രേമലേഖനം. MT വാസുദേവൻ നായരുടെ പുസ്തകമാണ് രണ്ടാം ഊഴം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് SK പൊറ്റക്കാടിന്റെ മറ്റു കുറച്ച് പുസ്തകങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടാം. ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, വിഷകന്യക, നാടൻ പ്രേമം, മൂടുപടം, കബീന, വല്ലികാദേവി, മേഘമാല, കാപ്പിരികളുടെ നാട്ടിൽ, നൈൽ ഡയറി, പാതിരാ സൂര്യന്റെ നാട്ടിൽ, എന്റെ വഴിയമ്പലങ്ങൾ. SK പൊറ്റക്കാടിന്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ ഏതൊക്കെയാ? ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, വിഷകന്യക, നാടൻ പ്രേമം, മൂടുപടം, കബീന, വല്ലികാദേവി, മേഘമാല, കാപ്പിരികളുടെ നാട്ടിൽ, നൈൽ ഡയറി, പാതിരാ സൂര്യന്റെ നാട്ടിൽ, എന്റെ വഴിയമ്പലങ്ങൾ. P. കേശവദേവിന്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓടയിൽ നിന്ന്, അയൽക്കാർ, നദി, ഭ്രാന്താലയം, ഉലക്ക, റൗഡി, കണ്ണാടി, സ്വപ്നം, ഒരു സുന്ദരിയുടെ ആത്മകഥ, വെളിച്ചം കേറുന്നു, എനിക്ക് ജീവിക്കണം, ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആവും, ഞൊണ്ടിയുടെ കഥ, എതിർപ്പ്, ഒരു മുറി തേങ്ങ. ഓർത്തോളണേ, P. കേശവദേവിന്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ ഏതൊക്കെയാ? ഓടയിൽ നിന്ന്, അയൽക്കാർ, നദി, ഭ്രാന്താലയം, ഉലക്ക, റൗഡി, കണ്ണാടി, സ്വപ്നം, ഒരു സുന്ദരിയുടെ ആത്മകഥ, വെളിച്ചം കേറുന്നു, എനിക്കും ജീവിക്കണം, ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആവും, ഞൊണ്ടിയുടെ കഥ, എതിർപ്പ്, ഒരു മുറി തേങ്ങ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ നമുക്കൊന്ന് നോക്കാം. പാത്തുമ്മയുടെ ആട്, ബാല്യകാല സഖി, പ്രേമലേഖനം, മതിലുകൾ, എന്റെ ഉപ്പുപ്പാക്കൊരാനയുണ്ടായിരുന്നു, വിശ്വവിഖ്യാതമായ മൂക്ക്, ശബ്ദങ്ങൾ, മുച്ചീട്ടു കളിക്കാരന്റെ മകൾ, ആനവാരിയും പൊൻകുരിശും, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, മാന്ത്രിക പൂച്ച, മരണത്തിന്റെ നിഴൽ, ജനനദിനം, വിശപ്പ്, ഭൂമിയുടെ അവകാശികൾ, ആനപ്പൂട, ചിരിക്കുന്ന മരപ്പാവ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കുക. പാത്തുമ്മയുടെ ആട്, ബാല്യകാല സഖി, പ്രേമ ലേഖനം, മതിലുകൾ, എന്റെ ഉപ്പുപ്പാക്കൊരാനയുണ്ടായിരുന്നു, വിശ്വവിഖ്യാതമായ മൂക്ക്, ശബ്ദങ്ങൾ, മുച്ചീട്ടുകളിക്കാരന്റെ മകൾ, ആനവാരിയും പൊൻകുരിശും, സ്ഥലത്തെ പ്രധാന ദിവ്യൻ, മാന്ത്രിക പൂച്ച, മരണത്തിന്റെ നിഴലിൽ, ജനനദിനം, വിശപ്പ്, ഭൂമിയുടെ അവകാശികൾ, ആനപ്പൂട, ചിരിക്കുന്ന മരപ്പാവ. കേരള ഫോക്ലോർ അക്കാദമി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന മുഖപത്രത്തിന്റെ പേരെന്താണ്? പൊലി എന്നാണ്. കേരള ഫോക്ലോർ അക്കാദമി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന മുഖപത്രത്തിന്റെ പേരെന്താണ്? പൊലി എന്നാണ്. പൊതുജന സമ്പർക്ക വകുപ്പ് മുഖപത്രം സമകാലിക ജനപദം. പൊതുജന സമ്പർക്ക വകുപ്പിന്റെ മുഖപത്രം ഏതാണ്? സമകാലിക ജനപദം.
കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ പ്രസിദ്ധീകരണം PSC ബുള്ളറ്റിൻ. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ പ്രസിദ്ധീകരണം PSC ബുള്ളറ്റിൻ. ഗ്രാമവികസന വകുപ്പ് പ്രസിദ്ധീകരണം പഞ്ചായത്ത് രാജ്. ഗ്രാമവികസന വകുപ്പിന്റെ പ്രസിദ്ധീകരണം എന്താണ്? പഞ്ചായത്ത് രാജാണ്. പട്ടികജാതി വികസന വകുപ്പിന്റെ പ്രസിദ്ധീകരണം പടവുകൾ. പട്ടികജാതി വികസന വകുപ്പിന്റെ പ്രസിദ്ധീകരണം പടവുകൾ. വനം വകുപ്പിന്റെ പ്രസിദ്ധീകരണം ആരണ്യം. വനം വകുപ്പിന്റെ പ്രസിദ്ധീകരണം ആരണ്യം. ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസിദ്ധീകരണം കേരള കർഷകൻ. ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസിദ്ധീകരണം കേരള കർഷകൻ. കുടുംബശ്രീ മിഷന്റെ പ്രസിദ്ധീകരണം പ്രതിധ്വനി. കുടുംബശ്രീ മിഷന്റെ പ്രസിദ്ധീകരണം പ്രതിധ്വനി. കേരള വനിതാ കമ്മീഷൻ പ്രസിദ്ധീകരണം സ്ത്രീ ശക്തി. കേരള വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം സ്ത്രീ ശക്തി. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം സാഹിത്യലോകം. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം സാഹിത്യലോകം. കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖപത്രം കേളി. കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖപത്രം കേളി. കേരള ലളിതകല അക്കാദമിയുടെ മുഖപത്രം ചിത്രവാർത്ത. കേരള ലളിതകല അക്കാദമിയുടെ മുഖപത്രം ചിത്രവാർത്ത. കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം പൊലി എന്നാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം പൊലി എന്നാണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനായി വന്നത്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രം തളിര്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രം തളിര്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരണങ്ങൾ ശാസ്ത്ര കേരളം, യുക്തിവാദം, ഗണിതം. ഇത് മൂന്നും ഓർത്തു വെച്ചോളണേ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? ശാസ്ത്ര കേരളം, യുക്തിവാദം, ഗണിതം. ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം അറിയപ്പെടുന്ന പേരാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം അറിയപ്പെടുന്ന പേരെന്താണ്? ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ്. ISRO രൂപീകൃതമായ വർഷം 1969 ഓഗസ്റ്റ് മാസം 15-ാം തീയതി. ISRO രൂപീകൃതമായ വർഷം 1969 ഓഗസ്റ്റ് മാസം 15-ാം തീയതി. ആദ്യകാലങ്ങളിൽ PSC വർഷം മാത്രമേ ചോദിച്ചിരുന്നുള്ളൂ. ഇപ്പൊ കൃത്യമായ തീയതി കൂടി നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 1969 ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് ISRO രൂപീകൃതമായത്. ISROയുടെ ആസ്ഥാനം അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂരാണ്. ISROയുടെ ആസ്ഥാനം അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂർ. ബഹിരാകാശ വകുപ്പ് ബഹിരാകാശ കമ്മീഷൻ സ്ഥാപിതമായ വർഷം 1972 ബഹിരാകാശ വകുപ്പും ബഹിരാകാശ കമ്മീഷൻ സ്ഥാപിതമായ വർഷം 1972. ISRO ബഹിരാകാശ വകുപ്പിന് കീഴിലായ വർഷം 1972 ജൂൺ മാസം 1-ാം തീയതി. ISRO ബഹിരാകാശ വകുപ്പിന് കീഴിലായ വർഷം ചോദിച്ചാൽ 1972 ജൂൺ മാസം 1-ാം തീയതി. 1972 മുൻപ് ISRO ഏത് വകുപ്പിന് കീഴിലായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ആണവോർജ വകുപ്പിന് കീഴിലായിരുന്നു. 1972 മുൻപ് ISRO ഏത് വകുപ്പിന് കീഴിലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആണവോർജ വകുപ്പിന് കീഴിലായിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ISRO രൂപീകൃതമായ വർഷം 1969 ഓഗസ്റ്റ് മാസം 15-ാം തീയതി. ISROയുടെ ആസ്ഥാനം അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂർ. ബഹിരാകാശ വകുപ്പും ബഹിരാകാശ കമ്മീഷൻ എന്നിവ സ്ഥാപിതമായ വർഷം 1972. ISRO ബഹിരാകാശ വകുപ്പിന് കീഴിലായ വർഷം 1972 ജൂൺ മാസം 1-ാം തീയതി. 1972 മുമ്പ് ISRO ഏത് വകുപ്പിന് കീഴിലായിരുന്നു? ആണവോർജ വകുപ്പിന് കീഴിലായിരുന്നു. ISROയുടെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ്. ISROയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? വിക്രം സാരാഭായ് ആയിരുന്നു. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ് ആണ്. പഠിച്ചോളണേ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വിക്രം സാരാഭായ് ആണ്. വിക്രം സാരാഭായിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 12 ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായി ആചരിക്കുന്നു. വിക്രം സാരാഭായിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 12 ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായി ആചരിക്കുന്നു. ISROയുടെ ചെയർമാനായ ആദ്യത്തെ മലയാളിയാണ് MGK മേനോൻ. തെറ്റിപ്പോവല്ലേ. ISROയുടെ ചെയർമാനായ ആദ്യത്തെ മലയാളി ആരാ? MGK മേനോൻ ആണ്. ISROയുടെ രണ്ടാമത്തെ ചെയർമാനാണ് MGK മേനോൻ. അതും ഓർത്തു വെച്ചോളണേ. ISROയുടെ രണ്ടാമത്തെ ചെയർമാൻ ആരെന്ന് പറയുന്നത് നമ്മുടെ MGK മേനോൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാലം ISRO ചെയർമാൻ ആയിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് സതീഷ് ധവാൻ ആണ്. ഏറ്റവും കൂടുതൽ കാലം ISRO ചെയർമാൻ ആയിരുന്ന വ്യക്തിത്വം ആരാ? സതീഷ് ധവാൻ ആണ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ് ആണ്.
ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ISROയുടെ ആദ്യ ചെയർമാൻ ആരാണ്? വിക്രം സാരാഭായി ആണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായി ആണ്. വിക്രം സാരാഭായിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 12 ഇന്ത്യൻ റിമോട്ട് സെൻസിംഗ് ദിനമായിട്ട് ആചരിക്കുന്നു. ISROയുടെ ചെയർമാനായ ആദ്യത്തെ മലയാളി MGK മേനോനാണ്. ISROയുടെ രണ്ടാമത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അതുമാരാ? നമ്മുടെ MGK മേനോൻ തന്നെയാണ്. ഏറ്റവും കൂടുതൽ കാലം ISRO ചെയർമാനായിരുന്ന വ്യക്തിത്വം സതീഷ് ധവാൻ ആണ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശാണ്. പഠിക്കുക. ശ്രീഹരിക്കോട്ട ഇന്ത്യയുടെ ഏക കൃത്രിമോപഗ്രഹ വിക്ഷേപണത്തറ എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ടയാണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ ഏക കൃത്രിമോപഗ്രഹ വിക്ഷേപണത്തറ എന്ന പേരിൽ അറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ടയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം അറിയപ്പെടുന്ന പേര് സതീഷ് ധവാൻ സ്പേസ് സെന്റർ. നമ്മൾ ഓൾറെഡി പറഞ്ഞതേ ഉള്ളൂ. ശ്രീഹരിക്കോട്ടയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം അറിയപ്പെടുന്ന പേരെന്താ സുഹൃത്തുക്കളെ? സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട. പ്രീവിയസ് ക്വസ്റ്റ്യൻ പിന്നെ വന്നിരിക്കുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ഏതാണ്? ശ്രീഹരിക്കോട്ടയാണ്. കേപ്പ് കെന്നഡി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളനെ. കേപ്പ് കെന്നഡി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ടയാണ്. ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പുലിക്കാട്ട് തടാകം. ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാ സുഹൃത്തുക്കളെ? പുലിക്കാട്ട് തടാകം. ബംഗാൾ ഉൾക്കടലിനും പുലിക്കാട്ട് തടാകത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ കൃത്രിമോപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എന്ന് ചോദിച്ചാൽ അതും ശ്രീഹരിക്കോട്ടയാണ്. ശ്രദ്ധിച്ചോളെ, ബംഗാൾ ഉൾക്കടലിനും പുലിക്കാട്ട് തടാകത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ കൃത്രിമോപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എന്ന് ചോദിച്ചാൽ അതും ശ്രീഹരിക്കോട്ട തന്നെയാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ വിക്ഷേപണ തറകളുടെ എണ്ണം 2 പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ വിക്ഷേപണ തറകളുടെ എണ്ണം ചോദിച്ചാൽ അത് 2 ഒന്നുകൂടെ പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ശ്രീഹരിക്കോട്ടയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ത്യയുടെ ഏക കൃത്രിമോപഗ്രഹ വിക്ഷേപണ തറ എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ടയിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം അറിയപ്പെടുന്ന പേര് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്നാണ്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട. കേപ്പ് കെന്നഡി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലം ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്ന തടാകം പുലിക്കാട്ട് തടാകം. ബംഗാൾ ഉൾക്കടലിലും പുലിക്കാട്ട് തടാകത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ കൃത്രിമോപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? അത് ശ്രീഹരിക്കോട്ടയാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ വിക്ഷേപണ തറകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ സുഹൃത്തുക്കളെ? അത് 2 പഠിക്കുക. തടാകം ഏതാണ്? ചിൽക്ക തടാകം. ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷ സംസ്ഥാനം. ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? ഒഡീഷ സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം എന്നറിയപ്പെടുന്നത് ചിൽക്ക തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം എന്നറിയപ്പെടുന്നത് ഏതാ? ചിൽക്ക തടാകമാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ ലവണ തടാകം എന്നറിയപ്പെടുന്നത് ചിൽക്ക തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം എന്നറിയപ്പെടുന്നത് ഏതാ? ചിൽക്ക തടാകമാണ്. ഇന്ത്യയിൽ തീരപ്രദേശത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന ഏറ്റവും വലിയ തടാകം എന്നറിയപ്പെടുന്നത് ചിൽക്ക തടാകം. ഇന്ത്യയിലെ തീരപ്രദേശത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ തീരപ്രദേശത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന ഏറ്റവും വലിയ തടാകം എന്നറിയപ്പെടുന്നത് ഏതാ? ചിൽക്ക തടാകമാണ്. റംസാർ പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ തണ്ണീർത്തടം എന്നറിയപ്പെടുന്നത് ചിൽക്ക തടാകം. റംസാർ പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ തണ്ണീർത്തടം എന്നറിയപ്പെടുന്നത് ഏതാ? ചിൽക്ക തടാകമാണ്. ചെമ്മീൻ വളർത്തലിന് പ്രശസ്തമായ ഇന്ത്യൻ തടാകം ചിൽക്ക തടാകം. ഓർത്തോളനെ, ചെമ്മീൻ വളർത്തലിന് പ്രശസ്തമായ ഇന്ത്യൻ തടാകം എന്ന് ചോദിച്ചാൽ അത് ചിൽക്ക തടാകമാണ്. ഹണിമൂൺ ദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ്, നൽബാന ദ്വീപ്, പരീക്കുട്ട് ദ്വീപ് എന്നിവ കാണപ്പെടുന്ന തടാകം ചിൽക്ക തടാകം. ഈ പറഞ്ഞിരിക്കുന്ന 4 പ്രധാനപ്പെട്ട ദ്വീപും പഠിച്ചോളനെ. ഹണിമൂൺ ദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ്, നൽബാന ദ്വീപ്, പരീക്കുട്ട് ദ്വീപ് എന്നിവ സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാ? ചിൽക്ക തടാകമാണ്. നൽബാന പക്ഷി വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന തടാകം ചോദിച്ചാൽ അത് ചിൽക്ക തടാകം. നൽബാന പക്ഷി വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന തടാകം ചോദിച്ചാൽ അത് ചിൽക്ക തടാകമാണ്. അതുപോലെ ഡെസ്റ്റിനേഷൻ ഫ്ലൈവേഴ്സിൽ ഇടം നേടിയ ഒരേ ഒരു ഇന്ത്യൻ തടാകം എന്നറിയപ്പെടുന്നത് ചിൽക്ക തടാകമാണ്. ഡെസ്റ്റിനേഷൻ ഫ്ലൈവേഴ്സിൽ ഇടം നേടിയ ഒരേ ഒരു ഇന്ത്യൻ തടാകം എന്നറിയപ്പെടുന്ന ഏതാ? ചിൽക്ക തടാകമാണ്. പണ്ട് പോലെ നമ്മൾ പഠിക്കുന്നതാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ചിൽക്ക തടാകത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? ഒഡീഷയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം എന്നറിയപ്പെടുന്നത് ചിൽക്ക തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം എന്നറിയപ്പെടുന്നത് ചിൽക്ക തടാകം. ഇന്ത്യയിൽ തീരപ്രദേശത്ത് അല്ലെങ്കിൽ തീരപ്രദേശത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന ഏറ്റവും വലിയ തടാകം എന്നറിയപ്പെടുന്നത് ചിൽക്ക തടാകം.
റംസാർ പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ തണ്ണീർത്തടം എന്നറിയപ്പെടുന്നത് ചിൽക്ക തടാകം. ചെമ്മീൻ വളർത്തലിന് പ്രശസ്തമായ ഇന്ത്യൻ തടാകം ചിൽക്ക തടാകം. ഹണിമൂൺ ദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ്, നൽബാന ദ്വീപ്, പരീക്കുട്ട് ദ്വീപ് എന്നിവ സ്ഥിതി ചെയ്യുന്ന തടാകം ചോദിച്ചാൽ ചിൽക്ക തടാകമാണ്. നൽബാന പക്ഷി വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന തടാകം ചിൽക്ക തടാകം. ഡെസ്റ്റിനേഷൻ ഓഫ് ഫ്ലൈവേഴ്സിൽ ഇടം നേടിയ ഒരേ ഒരു ഇന്ത്യൻ തടാകം ചോദിച്ചാൽ അത് ചിൽക്ക തടാകമാണ്. ഓർക്കുക. 2024 ജനുവരിയിൽ 66ാമത് വാർഷികം ആഘോഷിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനം ഏതാണ്? ഉത്തരം DRDO. പഠിച്ചോളനെ. 2024 ജനുവരിയിൽ 66ാമത് വാർഷികം ആഘോഷിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനം ചോദിച്ചാൽ അത് DRDO. പി വത്സലയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി? ഉത്തരം നെല്ല്. പി വത്സലയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെല്ലാണ്. അടുത്തിടെ മീരാഭായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം 525 രൂപയുടെ നാണയം. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തിടെ മീരാഭായിയുടെ ജന്മദിനത്തിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം എന്ന് ചോദിച്ചാൽ അത് 525 രൂപയുടെ നാണയമാണ്. 2024 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് വീരമണിദാസനാണ്. പഠിക്കുക. 2024 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? വീരമണിദാസനാണ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ജേതാക്കൾ കണ്ണൂർ ജില്ല. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ജേതാക്കൾ കണ്ണൂർ ജില്ല. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി കൊല്ലം ജില്ല. 62ാമത് സ്കൂൾ കലോത്സവത്തിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊല്ലം ജില്ല. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായത് നാഗ്പൂർ. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാഗ്പൂരാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 2024 ജനുവരിയിൽ 66ാമത് വാർഷികം ആഘോഷിക്കുന്ന പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനം DRDO. പി വത്സലയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുറുമാട്ടി എന്ന് ചോദിച്ചാൽ നെല്ല്. അടുത്തിടെ മീരാഭായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം ചോദിച്ചാൽ 525 രൂപയുടെ നാണയം. 2024 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് വീരമണിദാസൻ. 62ാമത് സ്കൂൾ കലോത്സവ ജേതാക്കൾ കണ്ണൂർ ജില്ല. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി ഏതാ? കൊല്ലം ജില്ല. 108ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി ചോദിച്ചാൽ നാഗ്പൂരാണ്. പഠിക്കുക. MK സാനു പുരസ്കാരത്തിന് 2024 അർഹനായത് MT വാസുദേവൻ നായർ. MK സാനു പുരസ്കാരം 2024 അർഹനായത് ആരാണ്? MT വാസുദേവൻ നായരാണ്. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി ഇന്ത്യയാണ്. പഠിച്ചോളനെ. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി ഇന്ത്യയാണ്. ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാല ഡീക്കിൻ സർവകലാശാലയാണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാല എന്ന് ചോദിച്ചാൽ അത് ഡീക്കിൻ സർവകലാശാലയാണ്. മത്സ്യഫെഡിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യ സീ ഫുഡ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചത് ആഴാകുളം, തിരുവനന്തപുരം ജില്ലയാണ്. അതുകൂടെ ഓർത്തോളനെ, ഇമ്പോർട്ടന്റ് ആണ്. മത്സ്യഫെഡിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യ സീ ഫുഡ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ആഴാകുളം, തിരുവനന്തപുരം ജില്ല. 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിക്കപ്പെട്ട പ്രശസ്തനായ കവി കുമാരനാശാൻ. പഠിച്ചോളനെ. 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിക്കപ്പെട്ട പ്രശസ്തനായ കവി ആരാണ്? കുമാരനാശാനാണ്. ജമ്മു കാശ്മീരിൽ വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സർവശക്തി. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. പഠിക്കുക. ജമ്മു കാശ്മീരിലെ വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ അറിയപ്പെടുന്ന പേരെന്താ? ഓപ്പറേഷൻ സർവശക്തി എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് നിലവിൽ വന്നത് പെഞ്ച് ടൈഗർ റിസർവ്, നാഗ്പൂര്. പഠിച്ചോളനെ. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? പെഞ്ച് ടൈഗർ റിസർവ്, നാഗ്പൂരാണ്. നാഗ്പൂർ എന്ന് പറയുമ്പോൾ എവിടെയാണ്? നമ്മുടെ മഹാരാഷ്ട്ര സംസ്ഥാനത്താണ്. അതുകൊണ്ടൊന്ന് ഓർക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. MK സാനു പുരസ്കാരം 2024 അർഹനായതാരാണ്? MT വാസുദേവൻ നായരാണ്. യുനെസ്കോ ലോക പൈതൃക കമ്മിറ്റി 2024 വേദി ഇന്ത്യ. ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിച്ച ആദ്യ വിദേശ സർവകലാശാല ഡീക്കിൻ സർവകലാശാല. മത്സ്യഫെഡിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യ സീ ഫുഡ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചത് ആഴാകുളം, തിരുവനന്തപുരം ജില്ല. 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിക്കപ്പെട്ട പ്രശസ്തനായ കവി ആരാണ്? കുമാരനാശാനാണ്. ജമ്മു കാശ്മീരിൽ വർദ്ധിച്ചു വരുന്ന ഭീകരവാദത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സർവശക്തി. സർവശക്തിയുമേത്ത് ഭീകരവാദത്തിനെ അടിച്ചമർത്തുമെന്ന് ഓർക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് ഏതാണ്? പെഞ്ച് ടൈഗർ റിസർവ്, നാഗ്പൂരാണ്, മഹാരാഷ്ട്ര സംസ്ഥാനം. പഠിക്കുക.
2023 BCCI ക്രിക്കറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായത് ശുഭ്മാൻ ഗില്ലാണ്. 2023 BCCI ക്രിക്കറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായത് ശുഭ്മാൻ ഗില്ലാണ്. 2024 ജനുവരിയിൽ സഡക് സുരക്ഷാ സേന രൂപീകരിച്ച സംസ്ഥാനം പഞ്ചാബ്. പഠിച്ചോളനെ, 2024 ജനുവരിയിൽ സഡക് സുരക്ഷാ സേന രൂപീകരിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് പഞ്ചാബാണ്. ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിതമാകുന്നത് ഉജ്ജയിനിയിലാണ്. ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഉജ്ജയിലാണ്. ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആശാ ശോഭന. പഠിച്ചോളനെ, ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിലെ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യത്തെ ഇന്ത്യൻ താരമാരാണ്? ആശാ ശോഭനയാണ്. കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നന്ദിയോടാണ്. തിരുവനന്തപുരം ജില്ല. ഓർത്തോളനെ, കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നന്ദിയോട്, തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. പഠിച്ചോളനെ, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ചോദിച്ചാൽ അത് തളിപ്പറമ്പ്. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 ജേതാക്കളായത് ഇന്ത്യൻ ആർമി. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 ജേതാക്കളായത് ആരാണ്? ഇന്ത്യൻ ആർമിയാണ്. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം ഷിൻ ഇ ഷി ആണ്. പഠിച്ചോളനെ, ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം എന്നറിയപ്പെടുന്നത് ഷീൻ ഇ ഷി എന്ന് പറയുന്ന സ്നോ ലെപ്പേർഡ് ആണ് കേട്ടോ. അതോടൊന്ന് ഓർത്തു വെച്ചിരിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 2023 BCCI ക്രിക്കറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരത്തിന് അർഹനായത് ശുഭ്മാൻ ഗില്ലാണ്. 2024 ജനുവരിയിൽ സഡക് സുരക്ഷാ സേന രൂപീകരിച്ച സംസ്ഥാനം പഞ്ചാബ്. ലോകത്തിലെ ആദ്യ വേദഘടികാരം സ്ഥാപിക്കുന്നത് ഉജ്ജയിനില്. ഇന്ത്യയിൽ വുമൻസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആശാ ശോഭന. കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നന്ദിയോട്, തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 ജേതാക്കളായത് ഇന്ത്യൻ ആർമിയാണ്. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം എന്നറിയപ്പെടുന്നത് ഷീൻ ഇ ഷി എന്നറിയപ്പെടുന്ന സ്നോ ലെപ്പേർഡ് ആണ്. ഇത് എവിടെ വെച്ചാ നടന്നതെന്ന് ചോദിച്ചാൽ ജമ്മു ആൻഡ് കാശ്മീരിൽ വെച്ചിട്ടാണ് കേട്ടോ. അതുകൂടെ ഒന്ന് ഓർത്തു വെക്കുക. ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് ബാംഗ്ലൂരാണ്. പഠിച്ചോളണേ, ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് ബാംഗ്ലൂരു. ഗ്ലോബൽ ഫയർ പവർ റാങ്കിങ്ങിൽ 2024 പ്രകാരം ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം എന്ന് ചോദിച്ചാൽ അത് അമേരിക്കയാണ്. ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനം. 2ാം സ്ഥാനം ആരാ? റഷ്യയാണ്. 3ാം സ്ഥാനം ചൈനയാണ്. 4ാം സ്ഥാനം ആരാണ്? അത് ഇന്ത്യക്കാണ്. അപ്പോൾ ഗ്ലോബൽ ഫയർ പവർ റാങ്കിങ് 2024 പ്രകാരം ശക്തമായ സൈന്യമുള്ള രാജ്യം എന്ന് ചോദിച്ചാൽ അമേരിക്ക. 2ാം സ്ഥാനം ആർക്കാ? റഷ്യക്ക്. 3ാം സ്ഥാനം ചൈനയ്ക്ക്. 4ാം സ്ഥാനം ആർക്കാണ്? ഇന്ത്യക്കാണ്. കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി കോഴിക്കോട്. കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി കോഴിക്കോട്. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം എന്നറിയപ്പെടുന്നത് ഒഡീസിയസ് ആണ്. പഠിച്ചോളനെ, ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യത്തെ സ്വകാര്യ പേടകം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ഒഡീസിയസ് ആണ്. അന്താരാഷ്ട്ര സൗരോർജ സഖ്യത്തിൽ ചേരുന്ന 119ാമത് രാജ്യം മാൾട്ടയാണ്. ഇമ്പോർട്ടന്റ് ആണ്. അന്താരാഷ്ട്ര സൗരോർജ സഖ്യത്തിൽ ചേരുന്ന 119ാമത്തെ രാജ്യം ഏതാണ്? അത് മാൾട്ടയാണ്. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് വേൾഡ് മിനിസ്ട്രിയൽ കോൺഫറൻസിന് വേദിയാകുന്നത് അബുദാബി. പഠിച്ചോളനെ, ലോക വ്യാപാര സംഘടനയുടെ 13ാമത് വേൾഡ് മിനിസ്ട്രിയൽ കോൺഫറൻസിന് വേദിയാകുന്നത് എവിടെയാണ്? അബുദാബിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. പഠിച്ചോളനെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ജില്ലാതലത്തിൽ തന്നെ ആന്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ആദ്യ AI അധിഷ്ഠിത ഓങ്കോളജി സെന്റർ നിലവിൽ വന്നത് ബാംഗ്ലൂര്. ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് 2024 പ്രകാരം ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം അമേരിക്ക. ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനം. 2ാം സ്ഥാനം റഷ്യ. 3ാം സ്ഥാനം ചൈന. കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി കോഴിക്കോട്. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം ഒഡീസിയസ്. അന്താരാഷ്ട്ര സൗരോർജ സഖ്യം ചേരുന്ന 119ാമത്തെ രാജ്യം മാൾട്ടയാണ്. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് വേൾഡ് മിനിസ്ട്രിയൽ കോൺഫറൻസിന് വേദിയാകുന്നത് അബുദാബി. ഇന്ത്യയിലെ ആദ്യമായി ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കുന്ന
നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. പഠിക്കുക. രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് ഒഡീഷ സംസ്ഥാനത്തില്. രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്. 71ാമത് മിസ് വേൾഡ് മത്സരത്തിന്റെ വേദി ഇന്ത്യയാണ്. ഇന്ത്യയിൽ തന്നെ മുംബൈ ആയിരുന്നു കേട്ടോ, ഓർത്തു വെച്ചോളണേ. 71ാമത് മിസ് വേൾഡ് മത്സരത്തിന്റെ വേദി എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയിൽ വെച്ചായിരുന്നു. 71ാമത് മിസ് വേൾഡ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചു വെച്ചേക്കുക, ക്രിസ്റ്റിയ സൈക്കോവയാണ്. പഠിച്ചു വെച്ചോളണേ. 71ാമത് മിസ് വേൾഡ് ആയത് ആരാണ്? ക്രിസ്റ്റീന സൈക്കോവയാണ്. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം 2024 അർഹയായത് ചിത്ര വിശ്വേശ്വരനാണ്. പഠിക്കുക. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം 2024 അർഹയായത് ആരാണ്? ചിത്ര വിശ്വേശ്വരനാണ്. അടുത്തിടെ യുവതീ യുവാക്കൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ ഏഷ്യൻ രാജ്യം മ്യാൻമർ ആണ്. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തിടെ യുവതീ യുവാക്കൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ ഏഷ്യൻ രാജ്യം മ്യാൻമർ ആണ്. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ സംസ്ഥാന നിയമസഭ ഉത്തരാഖണ്ഡ് സംസ്ഥാന നിയമസഭ. പഠിച്ചോളണേ, ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ സംസ്ഥാന നിയമസഭ എന്ന് ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡ് നിയമസഭയാണ്. അപൂർവ രോഗപരിചരണത്തിനായി കെയർ എന്ന പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം കേരളമാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് പഠിച്ചോളുക. അപൂർവ രോഗപരിചരണത്തിനായി കെയർ എന്ന പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വന്നത് ഒഡീഷ. 71ാമത് മിസ് വേൾഡിന് മത്സരത്തിന് വേദിയായത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ തന്നെ മുംബൈയാണ്. 71ാമത് മിസ് വേൾഡ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രിസ്റ്റീന സൈക്കോവയാണ്. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം 2024 അർഹയായത് ആരാണ്? ചിത്ര വിശ്വേശ്വരനാണ്. അടുത്തിടെ യുവതീ യുവാക്കൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ ഏഷ്യൻ രാജ്യം മ്യാൻമർ ആണ്. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ സംസ്ഥാന നിയമസഭ എന്ന് ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡ് നിയമസഭയാണ്. അപൂർവ രോഗ പരിചരണത്തിനായി കെയർ എന്ന പദ്ധതി ആരംഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. പഠിക്കുക. ഇന്ത്യയിൽ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിതമാകുന്നത് ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിതമാകുന്നത് ഹൈദരാബാദ് ആണ്. കാലപാശം എന്ന കൃതി രചിച്ചത് പ്രഭാവർമ്മ. ഈ കൃതി അങ്ങ് പഠിച്ചു വെച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. കാലപാശം എന്ന കൃതി രചിച്ചത് ആരാണ്? പ്രഭാവർമ്മയാണ്. 2024 ഇന്ത്യൻ എനർജി വീക്കിന് വേദിയാകുന്നത് ഗോവയാണ്. 2024 ഇന്ത്യ എനർജി വീക്കിന് വേദിയാകുന്ന നഗരം ഏതാണ്? ഗോവയാണ്. ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായി അടുത്തിടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹഹസ്തം പദ്ധതി. ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടി അടുത്തിടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? സ്നേഹഹസ്തം പദ്ധതി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ പുതുക്കിയ ദിവസവേതനം എത്രയെന്ന് ചോദിച്ചാൽ 346 രൂപയാണ്. പഠിച്ചോളണേ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ പുതുക്കിയ ദിവസവേതനം എത്രയെന്ന് ചോദിച്ചാൽ അത് 346 രൂപയാണ്. ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാനാണ്. നമ്മുടെ രാജസ്ഥാനിൽ വെള്ളം വളരെ കുറവല്ലേ, അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്ടർ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാനാണ്. 2024 വനിതാ ഏഷ്യ കപ്പിന്റെ വേദി ശ്രീലങ്കയായിരുന്നു. 2024 വനിതാ ഏഷ്യ കപ്പിന്റെ വേദി ഏതാണ്? അത് ശ്രീലങ്കയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിതമാകുന്നത് ഹൈദരാബാദ്. കാലപാശം എന്ന കൃതി രചിച്ചത് പ്രഭാവർമ്മയാണ്. 2024 ഇന്ത്യ എനർജി വീക്കിന് വേദിയാകുന്നത് ഗോവയാണ്. ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായി അടുത്തിടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സ്നേഹഹസ്തം പദ്ധതി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ പുതുക്കിയ ദിവസവേതനം എത്രയാണ്? 346 രൂപയാണ്. ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാനാണ്. 2024 വനിതാ ഏഷ്യ കപ്പിന്റെ വേദി ഏതാണ്? ശ്രീലങ്കയാണ്. പഠിക്കുക. 2024 ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡ് LIC ആണ്. പഠിച്ചോളനെ, 2024 ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡ് LIC ആണ്. 150 അന്താരാഷ്ട്ര മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഇന്ത്യൻ ഫുട്ബോൾ താരം സുനിൽ ഛേത്രിയാണ്. 150 അന്താരാഷ്ട്ര മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഇന്ത്യൻ ഫുട്ബോൾ താരമാരാണ്? സുനിൽ ഛേത്രിയാണ്. 2024 G7 ഉച്ചകോടിയുടെ വേദി ഇറ്റലിയാണ്. പഠിച്ചോളനെ, 2024 G7 ഉച്ചകോടിയുടെ വേദി ഏതാ? ഇറ്റലിയാണ്.
വേൾഡ് ടേബിൾ ടെന്നീസ് ഫീൽഡ് സീരീസ് 2024 വനിതാ വിഭാഗ സിംഗിൾസിൽ കിരീടം നേടിയത് ശ്രീജ അകുല. വേൾഡ് ടേബിൾ ടെന്നീസ് ഫീൽഡ് സീരീസ് 2024 വനിതാ വിഭാഗം സിംഗിൾസിൽ കിരീടം നേടിയതാരാ? ശ്രീജ അകുലയാണ്. 2023-2024 വർഷത്തെ ഇന്ത്യ വുമൻസ് ലീഗ് ഫുട്ബോൾ ജേതാക്കൾ ഒഡീഷ FC ആണ്. 2023-24 വർഷത്തെ ഇന്ത്യൻ വുമൻസ് ലീഗ് ഫുട്ബോൾ ജേതാക്കൾ ആരെന്ന് ചോദിച്ചാൽ അത് ഒഡീഷ FC ആണ്. 2025 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി ബ്രസീലാണ്. പഠിച്ചോളനെ, അല്ലെങ്കിൽ COP30 എന്ന് നമ്മൾ പറയും കേട്ടോ അവനെ. 2025 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടി അഥവാ COP30 വേദി ചോദിച്ചാൽ അത് ബ്രസീലാണ്. അടുത്തിടെ ചിഹ്നഗ്രഹമായ 2005 EX-296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് നൽകിയിരിക്കുന്നത് ചോദിച്ചാൽ ജയന്ത് മൂർത്തിയുടെ. അടുത്തിടെ ചിഹ്നഗ്രഹമായ 2005 X-296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് നൽകിയിരിക്കുന്നത് ചോദിച്ചാൽ ജയന്ത് മൂർത്തിയുടെ. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 2024 ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡ് എന്നറിയപ്പെടുന്നത് LIC ആണ്. 180 അന്താരാഷ്ട്ര മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഇന്ത്യൻ ഫുട്ബോൾ താരം സുനിൽ ഛേത്രിയാണ്. 2024 G7 ഉച്ചകോടിയുടെ വേദി ഇറ്റലിയാണ്. വേൾഡ് ടേബിൾ ടെന്നീസ് ഫീൽഡ് സീരീസ് 2024 വനിതാ വിഭാഗം സിംഗിൾസിൽ കിരീടം നേടിയത് ശ്രീജ അകുലയാണ്. 2023-2024 വർഷത്തെ ഇന്ത്യൻ വുമൻസ് ലീഗ് ഫുട്ബോൾ ജേതാക്കൾ ആരെന്ന് ചോദിച്ചാൽ ഒഡീഷ FC ആണ്. 2025 കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ അഥവാ COP30 വേദി എവിടെയെന്ന് ചോദിച്ചാൽ അത് ബ്രസീലാണ്. അടുത്തിടെ ചിഹ്നഗ്രഹമായ 2005 X-296 ഏത് ശാസ്ത്രജ്ഞന്റെ പേരാണ് നൽകിയതെന്ന് ചോദിച്ചാൽ ജയന്ത് മൂർത്തിയുടേതാണ്. പഠിക്കുക. T20 ക്രിക്കറ്റിൽ 12,000 റൺസ് പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ താരം വിരാട് കോഹ്ലി. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് സുഹൃത്തുക്കൾ, ശ്രദ്ധിക്കുക. T20 ക്രിക്കറ്റിൽ 12,000 റൺസ് പൂർത്തിയാക്കിയ ആദ്യത്തെ ഇന്ത്യൻ താരമാരാണ്? വിരാട് കോഹ്ലിയാണ്. സായുധ കലാപം നടക്കുന്ന ഹെയ്ത്തിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ കൊണ്ടുവരാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. പഠിച്ചോളനെ, സായുധ കലാപം നടക്കുന്ന ഹെയ്ത്തിയിൽ നിന്നും അകപ്പെട്ട ഇന്ത്യക്കാരെ കൊണ്ടുവരാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തന പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്നാണ്. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന മത്സരം മാർച്ച് പാസിൽ പങ്കെടുക്കുന്നതിൽ വിലക്ക് ലഭിച്ച രാജ്യങ്ങൾ റഷ്യയും ബെലാറസും. പഠിച്ചോളണം, മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന മാർച്ചില് പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്ക് ലഭിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാ? റഷ്യയും ബെലാറസുമാണ്. 2024 IQ എയർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ രാജ്യം എന്നറിയപ്പെടുന്നത് ബംഗ്ലാദേശാണ്. 2024 IQ എയർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ രാജ്യം എന്നറിയപ്പെടുന്നത് ബംഗ്ലാദേശാണ്. 200 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യത്തെ മലയാള ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ്. 200 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യത്തെ മലയാള ചലച്ചിത്രം ഏതാണ്? മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. 2023-24 വർഷത്തെ രഞ്ജി ട്രോഫി ജേതാക്കൾ മുംബൈയാണ്. 2023-2024 വർഷത്തെ രഞ്ജി ട്രോഫി ജേതാക്കളാരാ? മുംബൈയാണ്. പാമ്പ് കടിയേറ്റവർക്ക് മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നതിനായി കേന്ദ്രം ആരംഭിച്ച സ്നേക്ക് ബൈറ്റ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയെന്ന് ചോദിച്ചാൽ അത് 15400 ആണ് കേട്ടോ. പഠിച്ചോളനെ, പാമ്പ് കടിയേറ്റവർക്ക് മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നതിനായി കേന്ദ്രം ആരംഭിച്ച സ്നേക്ക് ബൈറ്റ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയെന്ന് ചോദിച്ചാൽ 15400 എന്നാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. T20 ക്രിക്കറ്റിൽ 12,000 റൺസ് പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ താരം വിരാട് കോഹ്ലിയാണ്. സായുധ കലാപം നടക്കുന്ന ഹെയ്തിയിൽ നിന്ന് അകപ്പെട്ട ഇന്ത്യക്കാരെ കൊണ്ടുവരാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന മാർച്ച് പാസിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്ക് ലഭിച്ച രാജ്യങ്ങളാണ് റഷ്യയും ബെലാറസും. 2024 IQ എയർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ രാജ്യം എന്നറിയപ്പെടുന്നത് ബംഗ്ലാദേശാണ്. 200 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യത്തെ മലയാള ചലച്ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. 2023-24 വർഷത്തെ രഞ്ജി ട്രോഫി ജേതാക്കളാരാ? മുംബൈയാണ്. പാമ്പ് കടിയേറ്റവർക്ക് മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നതിനായി കേന്ദ്രം ആരംഭിച്ച സ്നേക്ക് ബൈറ്റ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 15400 എന്നാണ്. പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. എല്ലാ ദിവസവും നമ്മളിങ്ങനെ കുറച്ച് ഭാഗങ്ങളായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഭാഗങ്ങളെല്ലാം പഠിച്ചെടുക്കാൻ പറ്റും. ഇത്ര നേരം ഈ വീഡിയോയുടെ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.